നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടാകാമെന്നതിനാൽ കൂടുതൽ ആയുധ സംവിധാനങ്ങൾക്കായി ചൈനയെ സമീപിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് നോറിൻകോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനാണ് പാക് അധികൃതർ ശ്രമിക്കുന്നത്. റെഡ് ആരോ എന്നത് ചൈന നോറിൻകോ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ടാങ്ക് വേദ മിസൈൽ സംവിധാനമാണ്. ഇതിന്റെ സർഫേസ് ടു സർഫേസ് വകഭേദമാണ് AFT-10. ഇത് ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺ ലൈൻ ഓഫ് സൈറ്റ് മിസൈലാണ്. മിസൈൽ വിക്ഷേപിക്കുന്നയാൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണമെന്നില്ല. മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയും. HJ-10 ഏകദേശം 10 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതും HJ-8 പോലെയുള്ള പഴയ ടാങ്ക് വേദ സംവിധാനങ്ങളാണ്. ലൈസൻസ് നിർമ്മിത ബക്തർ ഷിക്കാൻ വകഭേദവും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും വളർച്ചയാണ് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗെറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ നാഗ് ഉൾപ്പെടെയുള്ളവയുമായി തയ്യാറാണ് ഇന്ത്യൻ സൈന്യം. ഈ മിസൈലിന്റെ പൊഖ്രാനിലെ പരീക്ഷണം ശ്രദ്ധേയമായിരുന്നു. ഇനി നാഗിന്റെ പ്രത്യേകതകൾ പരിചയപ്പെടാം. ഫയർ ആൻഡ് ഫോർഗെറ്റ് കഴിവാണ് ഇതിൽ പ്രധാനം. മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിട്ടുകഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. മിസൈലിലെ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിച്ച് ലക്ഷ്യത്തെ സ്വയം കണ്ടെത്തി പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇത് മിസൈൽ വിക്ഷേപിക്കുന്ന വാഹനത്തിനോ സൈനികർക്കോ തൊടുത്തുവിട്ട ശേഷം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ സമയം നൽകുന്നു. അടുത്തതാണ് ഇൻഫ്രാറെഡ് സീക്കർ. ലക്ഷ്യത്തിൽ നിന്നുള്ള താപവികിരണങ്ങളെ ആശ്രയിച്ചാണ് ഇതിന്റെ സീക്കർ പ്രവർത്തിക്കുന്നത്. ഇത് പകലും രാത്രിയിലും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ നാഗിനെ സഹായിക്കുന്നുണ്ട്. വിക്ഷേപണത്തിന് മുൻപ് തന്നെ ലക്ഷ്യത്തെ ലോക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും. അടുത്തതാണ് ടാൻഡം വാർഹെഡ്. ആധുനിക യുദ്ധ ടാങ്കുകളിൽ സാധാരണയായി കാണപ്പെടുന്ന എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് കവചങ്ങളെ മറികടക്കാൻ കഴിവുള്ള ടാൻഡം ഷെപ്പേർഡ് ചാർജ് വാർഹെഡാണ് നാഗിൽ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ ടാങ്കുകൾക്കെതിരെയും ഫലപ്രദമാണ്. നാഗ് മിസൈലിന് ഏകദേശം 4 കിലോമീറ്ററും നാഗ് മാർക്ക് 2 4 കിലോമീറ്ററും ദൂരപരിധിയുണ്ട്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതിന് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കാലാൾപ്പടയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലും കൂടാതെ നാഗ് മിസൈൽ കാരിയറായ നാമിക്കയിൽ നിന്നും ഇത് വിക്ഷേപിക്കാനും സാധിക്കും. ഹെലികോപ്റ്ററുകളിൽ നിന്നും വിക്ഷേപിക്കാനുള്ള ഹെലിന എന്ന വകഭേദവും ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാഗ് മിസൈൽ കാരിയറായ നാമിക്കയിൽ നിന്ന് ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കും. നാമിക്കയുടെ വരവോടെ നാഗ് സംവിധാനത്തിന്റെ മൊബിലിറ്റിയും പ്രവർത്തനക്ഷമതയും വർദ്ധിച്ചിട്ടുണ്ട്. DRDO വികസിപ്പിച്ചെടുത്ത നാഗ് മാർക്ക് 2 മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നാഗ് മിസൈൽ കാരിയർ പരീക്ഷണങ്ങളും വൈറലായിരുന്നു. നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം വാങ്ങുന്നതിനായി 2500 കോടിയുടെ കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു.